കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വാരിക്കോരി വാഗ്ദാനങ്ങളുമായി LDF, UDF മുന്നണികളുടെ പ്രകടന പത്രികകൾ. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും ആരോഗ്യ പരിരക്ഷയുടെ പരിധി കൂട്ടുമെന്നും ഇരു മുന്നണികളും വാഗ്ദാനം ചെയ്യുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നും റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്നും ഇരു മുന്നണികളുടെയും പ്രകടന പത്രികകളിലുണ്ട്. 60 പരിപാടികളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കും. കിടപ്പ് രോഗികൾക്ക് അവകാശാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ പരിചരണ സംവിധാനം നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിപാലനവും സമൂഹാടിസ്ഥാനത്തിലുള്ള പിന്തുണയും ഉറപ്പാക്കും. ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കും. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. 5 ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള UDF പ്രകടന പത്രിക പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. സിൽവർ ലൈൻ നടപ്പാക്കില്ലെന്നും കേരള ബാങ്കും കിഫ്ബിയും പുനഃപരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. അഞ്ചാമത്തത്, വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നുള്ളതാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ എന്നിവർ ചേരുന്നു. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക് ധർമ്മടം, വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയിരിക്കുകയാണ് LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിലെ ഒരു അനൗചിത്യമായി ചിലരെങ്കിലും ചൂണ്ടിക്കാട്ടുന്നത് വനിതാ നേതാക്കളുടെ അഭാവമാണ്. UDF പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അവിടെ ഒരു വനിതാ നേതാവെങ്കിലും പേരിനുണ്ടായിരുന്നു. പക്ഷേ LDFന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്ന ചടങ്ങിൽ വനിതാ നേതാക്കളുടെ അഭാവം പ്രകടമായിരുന്നു. വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകിയിട്ടുണ്ട്. ഇനി വോട്ടർമാരാണ് ഈ കാര്യത്തിൽ ഈ പ്രകടന പത്രികകൾ വിലയിരുത്തി വിധി എഴുതേണ്ടത്. എന്തൊക്കെയാണ് ഇടതുമുന്നണി പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ? ദീപക്. ദിലീപ് കുമാർ, ആദ്യം തന്നെ ആരോപണത്തിനെ കുറിച്ചുള്ള ഒരു വ്യക്തത വരുത്തലാണ്. അടിസ്ഥാനപരമായി വസ്തുതയല്ല ഈ പ്രചരണം. LDFന്റെ സ്റ്റേജിൽ മാനിഫെസ്റ്റോ പുറത്തിറക്കുമ്പോൾ 2 വനിതകൾ ഉണ്ടായിരുന്നു. ഒന്ന് കോഴിക്കോടിൻ്റെ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ ജയശ്രീ ആയിരുന്നു, മറ്റൊന്ന് നേരത്തെ മേയറായിരുന്ന ബീന ഫിലിപ്പ്. ഈ 2 ഇടത് നേതാക്കൾ, കോഴിക്കോട്ടെ നേതാക്കൾ, പ്രകടന പത്രിക റിലീസിങ്ങിൽ പ്രകടന പത്രിക പിടിച്ചുകൊണ്ട് ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ആരോപണം അത് ചിലപ്പോൾ രാഷ്ട്രീയമായ പ്രചരണമായിരിക്കാം, പക്ഷേ വസ്തുതാപരമായി 24 എപ്പോഴും വസ്തുതയാണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. വസ്തുതാപരമായി അത് ശരിയല്ല. 2 വനിതാ നേതാക്കൾ കാണുന്നില്ല ദീപക്. അവർ സൈഡിലായതുകൊണ്ട്, അതായത് നമ്മൾ സാധാരണ ഫ്രെയിം വെക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തൊട്ടടുത്തുള്ള 2 പേരുടെയുമാണല്ലോ ഫ്രെയിം വെക്കുന്നത്, അല്ലെ 3 പേരുടെ. ഏറ്റവും എക്സ്ട്രീം വൈഡിലേക്ക് പോകില്ല. അതുകൊണ്ട് LDF കൺവീനർ, അതുപോലെ മുഖ്യമന്ത്രി, തൊട്ടടുത്തിരുന്ന കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും AK ശശീന്ദ്രൻ മിനിസ്റ്ററും, ഇത്രയും പേർ മാത്രമാണ് ഫ്രെയിമിൽ വരാൻ സാധ്യതയുള്ളത്. ഈവൻ ശ്രേയംസ് കുമാർ പോലും ഫ്രെയിമിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം LDFന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, LDFൽ ഘടകകക്ഷികളായ എല്ലാ പാർട്ടിയുടെയും നേതാക്കളാണ് യഥാർത്ഥത്തിൽ ഇതിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ എന്നാൽ 2 വനിതാ നേതാക്കൾ അതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. 24 വസ്തുത റിപ്പോർട്ട് ചെയ്യുന്ന പതിവ് രീതി കൊണ്ട് ഇത് വ്യക്തത വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പണിയല്ലാതെ ഇടതുമുന്നണിയാണ് വ്യക്തത വരുത്തേണ്ടത്. ഇനി ദിലീപ് കുമാർ ചോദിച്ച പ്രധാന ചോദ്യത്തിലേക്ക് വരുമ്പോൾ, വാരിക്കോരിയുള്ള പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾക്കെല്ലാം ഒരു തുടർച്ചയുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രഖ്യാപനങ്ങൾ 3 തലത്തിലാണ്.
ഒന്ന്, നവകേരള സൃഷ്ടിക്കായുള്ള നയരേഖ നേരത്തെ CPIM അംഗീകരിച്ചതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ പ്രകടന പത്രിക എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതായിരുന്നു, വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയായിരിക്കും ലക്ഷ്യമെന്ന്. ഇന്ന് പ്രകടന പത്രിക പുറത്തു വന്നപ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് തന്നെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയുമായി പുതിയ കേരളം എന്നുള്ളതാണ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പെൻഷൻ്റെ കാര്യത്തിലാണ്. പെൻഷൻ എല്ലാം 3000 രൂപയാക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇടതു സർക്കാർ തുടങ്ങുമ്പോൾ 600 രൂപ പെൻഷനായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ 2000 രൂപയാണ് പെൻഷൻ. അതൊരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇടതു മുന്നണിക്ക് അതൊരു ഗ്യാരണ്ടി എന്ന് പറയാവുന്നതാണ്. കാരണം ഈ പെൻഷൻ ഉയർത്തിയത്. മറ്റൊന്ന്, സ്ത്രീ സൗഹൃദമായ നിരവധി പദ്ധതികൾ. ആർത്തവ ദിവസത്തിൽ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങൾക്ക് സ്ത്രീകൾക്ക് അവധി നൽകുന്നു എന്നുള്ളതുൾപ്പെടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ. അതുപോലെ വയോജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യമായ ഉള്ള വാർദ്ധക്യം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയുള്ള പദ്ധതികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഡേ കെയർ ഹോമുകൾക്ക് വേണ്ടി അന്വേഷിച്ചു നടക്കുന്ന, വലിയ തോതിൽ പണം ചിലവഴിക്കുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻസ് കെയർ ഹോം വരെ ഉണ്ടാക്കും എന്ന് പ്രകടന പത്രികയിൽ പറയുമ്പോൾ അത് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പ്രകടന പത്രിക വരിക. അത് രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രകടന പത്രികയ്ക്ക് വോട്ട് പൂൾ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഘടകവുമാണ്. എന്നാൽ അതേ സമയത്ത് അത് എല്ലാ അടിസ്ഥാന പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്താവുന്നത്. അങ്ങനെ എല്ലാ മേഖലയെയും സ്പർശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും കൂടുതൽ പദ്ധതികൾ, വിദേശ സർവകലാശാലകളുടെ പഠന കേന്ദ്രങ്ങൾ കേരളത്തിൽ തുടങ്ങുന്നത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതായത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച വികസിത കേരളത്തിന് സമാനമായ ഒരു വികസനം കേരളത്തിലുണ്ടാകും. എന്നാൽ അതേ സമയത്ത് തന്നെ കൃത്യമായി ക്ഷേമകാര്യങ്ങളിൽ ഊന്നൽ നൽകും. ഒരു ഭാവി കേരളം, അതായത് വികസനം, ക്ഷേമം, ഭാവി, ഈ മൂന്നിലൂന്നിയുള്ള ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.